ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു SNplus. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിച്ചു തരാൻ പോണത്. ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തിയും അതിലേക്കൊരു മത്തി മുളക് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള മീൻകറി എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഞാനിതാ മീൻ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. മീനൊന്നും ഉടഞ്ഞിട്ടുണ്ട്, പക്ഷേ കുഞ്ഞമ്മത്തിയാണല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടാകും. ചായ ഇതാ റെഡിയായി. ഇനി ചപ്പാത്തി ഉണ്ടാക്കുന്ന പണിയിലേക്ക് പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ടൊരു ബൗളെടുത്തു. അതിലേക്ക് 1 ഗ്ലാസ് ഗോതമ്പ് പൊടി കേട്ടോ. ഇത് റേഷൻ കടയിലെ ഗോതമ്പ് ഞാനിവിടെ കഴുകി ഉണക്കി പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ നമ്മൾ വൃത്തിയാക്കിയിട്ട് പൊടിച്ചെടുത്തതാണെങ്കിലും ഉപയോഗിക്കുന്ന സമയത്തൊന്ന് തരിച്ചെടുക്കാൻ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. എൻ്റെ കാര്യം അങ്ങനെയാണ്. അപ്പോൾ ഞാനിതാ പൊടി ഒന്ന് തരിച്ചെടുക്കുകയാണ്. കാര്യം ഇതിലൊന്നും ഉണ്ടാവില്ല, എന്നാലും ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പുഴു കയറിയിട്ടുണ്ടാവോ ഉറുമ്പ് കയറിയിട്ടുണ്ടാവോ എന്നൊക്കെ ഒരു തോന്നലാണ് കേട്ടോ. കണ്ടോ, ഇതിലൊന്നുമില്ല, സംഭവം നല്ല ക്ലിയറാണ്. അപ്പോൾ ഇതാ പൊടി തരിച്ചെടുത്ത് കഴിഞ്ഞു. ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ടെടുത്തു കേട്ടോ. ഈ ഉപ്പ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ പൊടിയിലേക്ക് ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് എത്രയെന്ന് വെച്ചാൽ 1 ഗ്ലാസ് പൊടിക്ക് 1/2 ഗ്ലാസ് വെള്ളം. അതാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിൻ്റെ പാകം. പക്ഷെ പത്തിരി ഉണ്ടാക്കുകയാണെങ്കിൽ 1 ഗ്ലാസ് പൊടിക്ക് 1 ഗ്ലാസ് വെള്ളം തന്നെ എടുക്കണം കേട്ടോ. ഇതൊന്ന് ഓർമ്മയിൽ വെച്ചോളൂ. അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ചു ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇത് കുഴച്ചെടുക്കുകയാണ്. ചൂടോടെ തന്നെ കുഴച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് ചപ്പാത്തിക്കൊരു സോഫ്റ്റ്നെസ് ഒക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ കുറച്ചൊന്ന് കുഴച്ചതിന് ശേഷം ഇതുപോലെ ഓയിലെടുത്തിട്ട്, ഇത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഓയിലെടുത്ത് ഇതുപോലെ ആക്കിയതിന് ശേഷം കൂട്ടിയിട്ട് കുഴച്ച് കൊടുക്കുക. ഞാൻ ഇത്രയും കാണിക്കുന്നത് അറിയുന്നവർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. അറിയാത്തവർ ഇതൊന്ന് കണ്ടിട്ട് അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഈ കുഴക്കുന്നത് എന്താ കാണാനെന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും, അവരൊന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇതാ കുഴച്ചെടുത്തതിന് ശേഷം ഉണ്ടകളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 1 ഗ്ലാസ് പൊടിക്ക് എനിക്കിവിടെ 2, 4, 6, 8 ഉണ്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 8 ചപ്പാത്തി കിട്ടും. അപ്പോൾ ഇതാ ചപ്പാത്തിയുടെ ഉരുളകൾ റെഡിയായി. ഇനി അത് പരത്തിയെടുക്കണം. അതിന് മുമ്പായിട്ട് കറി ഒന്ന് ഉണ്ടാക്കാൻ തുടങ്ങണം. അപ്പോൾ കറി തിളച്ച് വരുമ്പോഴേക്ക് ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ കറി മുന്നേ അവിടെ റെഡി ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ഞാൻ വാങ്ങിയ ചോപ്പർ കേട്ടോ. കുറേ ആയത്, പഴയതായിട്ടുണ്ട്. ബട്ടർഫ്ലൈൻ്റെ ചോപ്പറാട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഉപകാരമാണ് കേട്ടോ. ഉള്ളികളൊക്കെ
പെട്ടെന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കണ്ടില്ല ഞാൻ ചെയ്യുന്നത്. എനിക്കിത് ഭയങ്കര ഉപകാരമുള്ള സാധനം കേട്ടോ. ചോപ്പർ വാങ്ങുമ്പോൾ ഇതേപോലെ ഈ ബട്ടർഫ്ലൈൻ്റെ തന്നെ വാങ്ങാൻ ശ്രമിക്കുക. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു ചോപ്പർ വാങ്ങിയിരുന്നു, അത് പെട്ടെന്ന് പൊട്ടിപ്പോയിട്ടോ. അതിനുശേഷം എൻ്റെ അയൽവാസിൻ്റെ കണ്ടിട്ട് വാങ്ങിയതാണ്. സംഭവം ഇത് നല്ല ഉറപ്പുള്ള ചോപ്പറാണ്, എനിക്ക് വളരെ ഉപകാരമുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളി റെഡിയായി, വെളിച്ചെണ്ണയിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ഒന്ന് വീഡിയോ കണ്ടതിന് ശേഷം ലാസ്റ്റ് ഭാഗത്തെത്തുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അതിൽ ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം വരും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളി വേഗം വഴലാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൂടി കൊടുത്തിട്ടുണ്ട്, ഒന്ന് വേഗം വഴണ്ടി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ കണ്ടോ ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകും തക്കാളി ഇട്ടുകൊടുത്തു. ഞാൻ 2 തക്കാളിയാണ് ഇട്ടുകൊടുത്തത്, ഒരു 3 പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതൊരു എരിവുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. മുളക് പൊടി ഇടുമ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഇടുക, കുട്ടികൾക്ക് എരിവ് പറ്റാത്തതുകൊണ്ട്. പിന്നെ മീൻകറി ആകുമ്പോൾ ലേശം ഒരു എരിവില്ലാതെ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുറിച്ചിട്ട് കൊടുത്തത്. ഇനി നമുക്ക് അതവിടെ തക്കാളി ഉടഞ്ഞ് വരുമ്പോഴേക്ക് ചപ്പാത്തി പരത്താണ്. അപ്പം ഞാൻ പരത്തുന്നത് ഒന്ന് കാണിച്ചു തരാം. എടുത്തു, ഇതാകുമ്പോൾ ഒന്ന് ഷേപ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഞെറി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എങ്ങനെ പരത്തിയാലും ഗുജറാത്തിൻ്റെ പൂപ്പടാവും, അത് വേറെ കാര്യം. ഇതുപോലെ ചെയ്യുന്നത് എന്താ വെച്ചാൽ റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചപ്പാത്തി പരത്തിയതോടെ റെഡിയായി. എനിക്ക് ചപ്പാത്തി കട്ടി ഇഷ്ടമല്ല കേട്ടോ, കുറച്ചൊന്ന് തിന്നായി നിൽക്കണം, അതാണ് എനിക്കിഷ്ടം. ഇനി ഒന്നും കൂടെ പരത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ചിലർ വിചാരിക്കും ഇത്രയും ബേസിക്കായത് എന്തിനാ കാണിക്കുന്നത്, പക്ഷേ ചില ആളുകൾക്ക് ചിലപ്പോൾ അറിയാൻ വേണ്ടിയിട്ടും കാണുന്നവരുണ്ടാകും, എങ്ങനെ പരത്തണം എങ്ങനെ കുഴക്കണം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതാ അടുത്ത ചപ്പാത്തിയും റെഡിയായി. അപ്പോൾ ചപ്പാത്തിയൊക്കെ പരത്തി ഇനി നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും അപ്പോൾ തന്നെ ക്ലിയർ ആക്കിയാൽ അടുക്കളയിലെ പണിയുടെ ഭാരം കുറയും കേട്ടോ. നമ്മളെല്ലാം പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുമ്പം അടുക്കള മൊത്തം നിറഞ്ഞിരിക്കും, പിന്നെ നമുക്ക് മടിയാവും പാത്രം കഴുകാനും, ക്ഷീണിച്ചും പോവും. അപ്പോൾ ചെയ്യുന്നത് അപ്പോൾ തന്നെ ചൂടോടെ തന്നെ വൃത്തിയാക്കി എടുത്താൽ കാര്യങ്ങൾ എളുപ്പമാകും. അപ്പോൾ ഇതാ ചപ്പാത്തി പരത്തി എടുത്തപ്പോഴേക്ക് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്.
നമ്മൾ ഈ അടുക്കളയിൽ ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കിയെടുത്താൽ കുറച്ച് സമയം കൊണ്ട് അടുക്കള ജോലികൾ വേഗം തീർക്കാൻ പറ്റും. നമുക്ക് വേറെയുള്ള കാര്യങ്ങൾ ചെയ്യാനും സമയം ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് വഴറ്റി കൊടുത്തു. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇപ്പോൾ ചപ്പാത്തിക്ക് ആയതുകൊണ്ട് ഞാനിതിലേക്ക് പുളി ഒഴിക്കുന്നില്ല, തക്കാളിയുടെ പുളി തന്നെ മതി. ഇനി അതൊന്ന് തിളച്ച് വരണം, അപ്പോഴേക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം കേട്ടോ. അതുകൊണ്ട് ഗ്യാസ് ഓണാക്കി പാൻ ഒന്ന് ചൂടായി വരട്ടെ. ആ പാൻ ചൂടാകുമ്പോഴേക്ക് കറി നോക്കാണ് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി വെച്ച മീൻ ഇട്ട് കൊടുക്കാം. ഉടഞ്ഞത് കൊണ്ട് ഞാൻ മീൻ വരഞ്ഞു കൊടുത്തിട്ടില്ല, നല്ല ഫ്രഷ് മീനാണെങ്കിൽ മീൻ വരഞ്ഞു കൊടുക്കാം കേട്ടോ. ഈ സമയത്താണ് ഞാൻ കരിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ സമയത്ത് ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി ഇനി തിളച്ചാൽ മതി. ഇതിലേക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഞാൻ അത് ചെയ്യുന്നതോടെ കൂടെ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ചപ്പാത്തിയും ചുടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി ശ്രദ്ധ മാറിയപ്പോൾ ചപ്പാത്തി ഒന്ന് കരിഞ്ഞു പോയി. അതെന്താ ഞാൻ ചെയ്യുക എന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ പാനൊക്കെ ഒന്നും കൂടെ വൃത്തിയാക്കി അടുത്ത ചപ്പാത്തി ചൂടാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചപ്പാത്തി ഇട്ടിട്ട് ജസ്റ്റ് ഇതാ കണ്ട പുക വന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇതൊന്ന് ചൂടായി ജസ്റ്റ് ബബിൾസ് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്നാക്കി കൊടുക്കുന്നത് കല്ലിപ്പായിട്ട് വരില്ല, കളറ് ചേഞ്ച് ആവില്ല. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം, റൊട്ടേറ്റ് ചെയ്യുക ചപ്പാത്തി. പത്തിരി ചുടുമ്പോഴും അങ്ങനെ തന്നെ ചെയ്താൽ നന്നാവും കേട്ടോ. അപ്പം തിരിച്ചിടുമ്പോൾ പെട്ടെന്ന് പൊള്ളി വരും. കണ്ടോ, കരിഞ്ഞില്ലല്ലോ, ചെറിയ ഡോട്ടുകളല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണേ. കണ്ടോ പെട്ടെന്ന് പുള്ളി വരുന്നത് കണ്ടോ. അപ്പോൾ നമ്മുടെ ഒരു ചപ്പാത്തി ഇതാ റെഡിയായി. ഫസ്റ്റ് പുക വരുമ്പോൾ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഫസ്റ്റത്തത് ഞാൻ ജസ്റ്റ് ഒന്ന് ലേറ്റായി, അപ്പോൾ അടുത്ത പണിക്ക് പോയി. ഒരു പണി ചെയ്യുമ്പോൾ വേറെ പണിയും കൂടെ ചെയ്യല്ലോ നമ്മൾ, അങ്ങനെയാണല്ലോ. അങ്ങനെ അപ്പോൾ ഇതാ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു. ബബിൾ വന്നു. ഇനി ഒന്ന് മറിച്ചിട്ടെടുത്തു. കണ്ടോ, അപ്പോൾ ചപ്പാത്തി ഒരു ഭാഗത്ത് നിന്നാവുന്നുണ്ട്. കറി തിളച്ചു. അപ്പോൾ കറി വെന്ത് കഴിഞ്ഞു. ഇനി കഴിക്കാൻ തുടങ്ങാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കരിഞ്ഞ ചപ്പാത്തി ഞാൻ തന്നെ കഴിച്ചിട്ടോ. ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ തന്നെ കഴിച്ചു. നല്ലതൊക്കെ നമ്മളെ കുട്ടികൾക്കും ഹസ്ബൻഡിനൊക്കെ കൊടുക്കും.
പിന്നെ ഇതുപോലെയുള്ളതൊക്കെ നമ്മൾ കഴിക്കും. അങ്ങനെയാണല്ലോ, ഞാൻ മാത്രമല്ല മിക്ക പെണ്ണുങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. താങ്ക്